നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മിൽക്ക് മെയ്ഡ് അതേ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പാലും പഞ്ചസാരയും കൂടി കുറുക്കി കുറേ ടൈം വേസ്റ്റ് ആവും. ഇതങ്ങനെയൊന്നുമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടേസ്റ്റുമാണ്. നല്ല ടേസ്റ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവിൽ പാൽപ്പൊടിയോ 1.5 കപ്പ് അളവിൽ പാൽപ്പൊടി എടുക്കാം. അപ്പോൾ എത്ര അളവിൽ പാൽപ്പൊടി എടുക്കുന്ന വെച്ചാൽ അത്രയും അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗീ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ഗീ, പ്യൂർ ഗീ തന്നെ ചേർത്ത് കൊടുക്കാം. മിൽമയുടേതോ അങ്ങനത്തെ ഏതെങ്കിലും നല്ല ഗീ ചേർത്ത് കൊടുക്കാം. എന്നാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ പാലിൽ ചെയ്യുന്ന അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ പാൽപ്പൊടിയും പഞ്ചസാരയും എത്ര അളവിലാണോ എടുത്തത് അതേ അളവിലാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാരണ വെള്ളം, അതായത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇളക്കുന്ന സമയത്ത് കൂടുതൽ സമയം ഇളക്കേണ്ടി വരും. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറഞ്ഞ സമയം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പരിപാടി കഴിയും. അതാണ് ഇതിനൊരു പ്രത്യേകത. അതിനാണ് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാൻ ഇതുവരേക്കും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. നമുക്കത് സ്വിച്ച് ഓൺ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ മിക്സായിട്ട് നമ്മൾ കോൺഫ്ലോറും പാൽപ്പൊടിയും ഒക്കെ ഈ വെള്ളത്തിൽ നല്ലപോലെ അലിഞ്ഞ് ചേർന്നു എന്ന് മനസ്സിലായതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്. കാരണം അത് ഫ്ലെയിം ഓൺ ചെയ്താൽ അത് പെട്ടെന്ന് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് കട്ട കെട്ടും. അപ്പോൾ നല്ല ആ ഒരു കറക്റ്റ് ഒരു പരുവത്തിൽ നമുക്ക് കിട്ടില്ല. നമ്മൾ ആ മിൽക്ക് മെയ്ഡൊക്കെ വാങ്ങുമ്പോൾ നല്ല ഒരു ഇതിലല്ല നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നല്ലപോലെ അലിഞ്ഞതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുറുക്കി കൊടുക്കുക. കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ തിക്കാവും ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ. കാരണം കോൺഫ്ലോറൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് ശരിക്കും വേവില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം, ഏകദേശം ഒരു 30 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ ലോ ഫ്ലെയിമിലോട്ട് വെക്കുക. എന്നിട്ട് നല്ലപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തിക്കായി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ? അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയേ ഉള്ളൂ. നമുക്കിനി കൂടുതൽ കാശ് കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതേ ടേസ്റ്റ് തന്നെയുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പായസമോ പുഡിങ്ങോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ജ്യൂസോ എന്തിൽ വേണമെങ്കിലും ഇത് ചേർത്ത് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് ഉപയോഗിക്കാം. അതേ ടേസ്റ്റുമാണ്. ചായയിൽ വരെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് കൂടും. ചായ കോഫിയോ എല്ലാത്തിനും ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് കഴിയുന്ന സമയത്ത് വീണ്ടും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പോ 2 കപ്പോ വെച്ചിട്ട് പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.